ലിറ്റിൽ സ്റ്റാർ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്കറിയാം ഇന്ന് ഫുൾ മൂൺ ആണെന്ന്. ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഫുൾ മൂണുമായി ബന്ധപ്പെട്ട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം, ചെയ്തിട്ടുണ്ടാവാം, ചെയ്യാൻ പോകുന്നുണ്ടാവാം. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നോക്കാം, നമുക്കിവിടെ ആദ്യം തന്നെ ലഭിച്ചിട്ടുള്ളത് കിങ് ഓഫ് പെന്റക്കിളും ഏസ് ഓഫ് പെന്റക്കിൾസും ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ ഒരു ന്യൂ ബിഗിന്നിങ്ങും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ആ ന്യൂ ബിഗിന്നിങ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത് വളരെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഒരു പുതിയ ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു തന്നെയായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി കൂടെ വളരെ നല്ല ചേഞ്ചസ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഒരു അബണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു പുതിയ കാര്യം തുടങ്ങാൻ, ഒരു പുതിയ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏണിങ്സുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കാര്യം തുടങ്ങുന്നതായിട്ടും, അതുപോലെ അതിൽ വളരെയധികം ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അത്തരം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ബന്ധത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ചിലർക്ക് ഇതൊരു പുതിയ ഒരു കാര്യം തുടങ്ങുന്നതായിരിക്കും, പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയിൽ നിങ്ങൾക്ക് സാലറി ഹൈക്കൊക്കെ വരുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും വളരെയധികം ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കുറച്ച് അധികം പണം നിങ്ങളിലേക്ക് വരുന്നതൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ ചിട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ കാലാവധി കഴിഞ്ഞ് വരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ കൂടെ അത് ഉപകരിക്കും എന്നുകൂടിയാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കുറെ അധികം ചാലഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാം എന്ത് തരം ചാലഞ്ചസിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അത്തരം ചാലഞ്ചസിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ അത്തരം എതിർപ്പുകളിൽ നിന്നെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റു വ്യക്തികളിൽ നിന്ന്, ഫാമിലിയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെയുള്ള എതിർപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ബന്ധം നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന തരത്തിലുള്ള ഒരു സംസാരമായിരിക്കാം. അപ്പോ അത്തരം കാര്യങ്ങൾ അതിനെല്ലാം നിങ്ങൾ എതിർക്കുന്നതായിട്ടും അതിനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കതിന്റെ കൂടെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് ആണ്. വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോ ന്യൂ റിലേഷൻ ആവാം. ഒരു പുതിയ ബന്ധത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കിവിടെ ന്യൂ ബിഗിനിങ്, 3 ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പുതിയൊരു പ്രപ്പോസൽ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ റീയൂണിയന്റെ ഒരു കാർഡ് നമുക്ക് ഈ മൊത്തത്തിൽ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റീയൂണിയൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജ്, കോള്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഒരു പുതിയൊരു പ്രപ്പോസൽ, മാരേജ് പ്രപ്പോസൽ എല്ലാം ആവാനുള്ള സാധ്യത ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു പുതിയൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. വളരെയധികം നിറഞ്ഞു കവിഞ്ഞ ഒരു സ്നേഹമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ
ചില വ്യക്തികൾക്കൊക്കെ ചില സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും താല്പര്യത്തോടെ മാറിപ്പോകുന്നതാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. എങ്കിൽ പോലും അനുയോജ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ചീറ്റിംഗ് എനർജി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. ചീറ്റിംഗ് എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴായിരിക്കാം ഈ ഒരു ഏസ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, എന്തായാലും ഒരു ചീറ്റിംഗ് എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇങ്ങനെയെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും നമുക്ക് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. അതുപോലെ തന്നെ ലവേഴ്സും. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്, ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കൊരു വഴി തെളിയുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒന്നിക്കാൻ, നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണുമായിട്ട് റീയൂണിയനിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്കൊരു വഴി തെളിയിച്ച് തരുന്നു, ഒരു വഴി കാണിച്ചു തരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് റീയൂണിയന്റെ കാർഡാണ്. വളരെയധികം സ്നേഹം, ഹാർമണി, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, വളരെയധികം അട്രാക്ഷൻ, സെക്ഷൽ അട്രാക്ഷൻ, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ, വളരെയധികം പാഷൻ, ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് അത്രയും വൾണറബിൾ ആയി പെരുമാറാൻ കഴിയുന്ന, അത്രയും നിങ്ങൾക്ക് ഫ്രീഡം ഉള്ള ഒരു വ്യക്തിയിലേക്ക്, ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് അത്രയും വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു റിന്യൂവൽ ആണ് നമുക്കിവിടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. വീണ്ടും നമുക്ക് 3 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതൊരു കൊളാബറേഷൻ ആണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു റീയൂണിയന് ശേഷം നിങ്ങൾക്ക് ഒന്നിച്ച് വളരെ നയതന്ത്രപരമായി നിങ്ങൾക്ക് പെരുമാറാനും, നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ചേർന്ന് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട്, നിങ്ങളുടെ ലൈഫിന്റെ മറ്റു കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അതുപോലെ ചില വ്യക്തികളൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കൂടുതൽ വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുക. ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടതെങ്കിൽ ആ സിറ്റുവേഷനെ കുറച്ചും കൂടെ എമ്പതറ്റിക് ആയിട്ട് ആ സിറ്റുവേഷനെ നോക്കി കാണുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ നോക്കി കാണുക. വളരെ ഒരു വ്യക്തിയാണ് എങ്കിൽ വളരെ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൂടെ ചിന്തിച്ചു നോക്കുക. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ അതായത് ചിന്തിക്കുക എന്ന് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് കൂടെ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം, ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വരുന്ന ഒരു സമയത്തിന് വളരെ എമ്പതറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ നോക്കി കാണുമ്പോൾ, അല്ലെങ്കിൽ കെയറിങ് ആയിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വീണ്ടും നമുക്കിവിടെ പറയാം, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഒരു സ്നേഹം, കെയർ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട്, വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയൊരു ചേഞ്ചസ് നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാം പോസിറ്റീവ് കാർഡ്സ് ആണ്. ആ ഒരു ചേഞ്ചസ് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അപ്പൊ ഇവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു, ഈ ഒരു രീതിയിൽ വളരെ എമ്പതറ്റിക് ആയിട്ട് സിറ്റുവേഷനെ നോക്കി കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ട്. 8 ഓഫ് സോർട്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, പോസിറ്റീവായ രീതിയിൽ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നു. അത് ഒരു 9 ഓഫ് കപ്സ് എനർജിയിലേക്കാണ് പോകുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്.
അതായത് എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വന്നിട്ടുള്ള ഒരു എനർജിയാണ്. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വിഷ്, ആ ഒരു വിഷ് നിങ്ങൾക്ക് ഇവിടെ ഫുൾഫിൽ ആവുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷ് തന്നെയാണ്. ആ ഒരു വിഷ് ഫുൾഫിൽ ആവുന്നതിന്റെ അത്രയധികം തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. നിങ്ങൾ അത് ആ ഒരു വിഷ് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആ ഒരു ആഗ്രഹം തന്നെയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പില് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കിട്ടുന്നതാണെങ്കിൽ ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു നിങ്ങൾ കൊടുക്കുന്നത് പോലുള്ള ഒരു സ്നേഹവും കെയറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു പുതിയ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അത് തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.